എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ കുക്കിംഗ് ആണ്. രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഗോതമ്പ് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓയിലൊന്നും ഒരുപാട് എടുത്തിട്ടില്ല. ഇതേപോലെ ഒരു ചെറിയ ചട്ടിയാണെങ്കിൽ കുറച്ച് ഓയിൽ മതി കേട്ടോ. ഈ ഒരു ഓയിൽ തന്നെ കൂടുതലാണ്. ഞാൻ കുറച്ച് കൂട്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അതാ ഗോതമ്പ് പൂരി ഓരോന്ന് വറുത്തെടുക്കുകയാണ്. മാവ് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മക്കൾ ഒന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഓരോരുത്തർ കഴിക്കുന്നതനുസരിച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇപ്പം ഞാനും ചേട്ടയൊക്കെ തന്നെ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാട്ടോ വറുത്തെടുക്കുന്നത്. ബാക്കി മക്കൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും പരത്തി ചുടാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ എല്ലാം ഏകദേശം റെഡിയായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും ഫ്ലോപ്പായി പോയിട്ടില്ല. ഞാനിത് കുഴയ്ക്കുന്ന സമയത്ത് ഇതിൽ പാൽ ഉപയോഗിച്ചിട്ടാട്ടോ കുഴച്ചേക്കുന്നത്. പശുവും പാലില്ല, അത് ചെറിയ ചൂടാക്കിയിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈരും ഒരു 1/2 ടീസ്പൂൺ റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചേക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കറിയായിട്ട് ഉണ്ടാക്കുന്നത് ക്യാരറ്റും കിഴങ്ങും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കറിയാണ്, വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ചിട്ടില്ല, പെരിഞ്ചീരകമാണ് പൊട്ടിച്ചേക്കുന്നത്. ഗരം മസാല, മല്ലിപ്പൊടി, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിലേക്കുള്ള കറി റെഡിയായി കേട്ടോ. അപ്പോൾ ചേട്ടയെ കഴിച്ചു, പിന്നെ ഞാനും ഇതാ കഴിച്ചു. പിന്നെ രാവിലത്തെ ഓരോ ജോലികൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ ഇതാ ഫ്രണ്ടിലെ തിണ്ണേക്കൊന്ന് തൂത്ത് വാരി തുടച്ചിടുന്നുണ്ട്. ഇന്ന് രാവിലെ താമസിച്ചാട്ടോ എഴുന്നേറ്റേക്കുന്നത്. ഇങ്ങോട്ടൊക്കെ തലേദിവസം രാത്രി നല്ല മഴയായതുകൊണ്ട് രാവിലെ നല്ലൊരു സൂര്യപ്രകാശമൊന്നുമില്ല, ഇരുട്ട് പിടിച്ചാട്ടോ കിടക്കുന്നത്. കണ്ട ഒരു 7 മണി 6 മണിയുടെയൊക്കെ പ്രതീതിയുള്ളൂ. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 7:30 കഴിഞ്ഞു 8 മണിയൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ ഇതാ തിണ്ണ തൂത്തിട്ടു, ഇനി തുടച്ചും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലെ തിണ്ണ ആദ്യം അങ്ങ് തുടച്ചിടാമെങ്കിൽ വീട് പകുതി വൃത്തിയായതുപോലെ കേട്ടോ. ആരെങ്കിലും വരുമ്പം ആദ്യം ഞാൻ ഇതാണ് കേട്ടോ അങ്ങനെ ക്ലീൻ ആക്കി ഇടൽ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അകത്തോട്ടുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യലുള്ളൂ. ഫസ്റ്റ് ആ ഫ്രണ്ട് അങ്ങ് തൂത്ത് പറക്കി വൃത്തിയാക്കി ഇടുവാണെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഒരു സമാധാനമാണല്ലോ. മുറ്റവും എല്ലാം നല്ല വൃത്തിയിൽ കിടന്നോളൂല്ലോ. ഇനിയിപ്പോൾ ഇതാ ഈ ഇൻ്റർലോക്കും കൂടി ഒന്ന് തൂത്തുവാരി ഇടുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പൊടിയെല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ ഇലകൾ അത്യാവശ്യത്തിനുണ്ട് അടിക്കാനും വാരാനും എല്ലാം ആയിട്ട്. മഴയായാലും വെയിലായാലും ഇലകൾക്ക് ഒരു കുറവില്ല കേട്ടോ അടിക്കാൻ നേരത്ത്. എല്ലാ കൊല്ലവും മഴ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഫസ്റ്റ് ആ ടൈമിൽ ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ടൊക്കെ നല്ല കാറ്റായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റും 1-2 ദിവസത്തേക്ക് കറണ്ട് പോക്കും മരമൊടികളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല കാറ്റായിരിക്കും. ഈ വർഷം എന്താണോ കാറ്റിനും കുറവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടികുടുക്കും അധികം കാര്യമായിട്ടില്ല കേട്ടോ, കുറച്ച് കുറവുണ്ട്. ഇനിയിപ്പം കാലവർഷം തുടങ്ങാഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്കൊക്കെ കാറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മുറ്റം തൂത്തുവാരി ഫ്രണ്ടിൽ. ഇനിയിപ്പോൾ ഈ ഒരു സൈഡും കൂടി ഒന്ന് തൂത്തിടാനുണ്ട്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുമായിരുന്നു തോന്നുന്നു. അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് ഇങ്ങനെ ഇലകൾ വീണിട്ടുണ്ടെങ്കിൽ ഇത് തൂത്ത് കളഞ്ഞില്ലെങ്കിൽ ഇതിനകത്തൊരു 1/2 സ്പൂൺ വെള്ളം മതി കേട്ടോ, കൊതുക് പിന്നെ പെരുകാനായിട്ട്. നമുക്ക് ദൂരെ നിന്നൊന്നും കൊതുക് വരില്ല, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഇതിൽ നിന്നൊക്കെ കേട്ടോ കൊതുക് വരുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ ഡെയിലിയൊക്കെ ഒന്ന് തൂത്തുവാരി ഇടുവാണെങ്കിൽ കൊതുകിൻ്റെ ഒക്കെ ആ ഒരു ഇത് കുറഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഇതാ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഹാളൊക്കെ ഒന്ന് ചിലന്തി വല തൂത്തിടുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള റൂമുകളൊക്കെ ഇന്നലെ തൂത്തിട്ടായിരുന്നു. ഹാളിൻ്റെ ബാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. എല്ലാ റൂമും കൂടെ ഒരുമിച്ച് ഒറ്റ ദിവസം ചില സമയത്ത് അങ്ങനെ ചെയ്യലില്ല. ചിലപ്പം എല്ലാം ഒരു ദിവസം തന്നെ ചെയ്ത് തീർക്കലുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ ചെയ്തത് 1-2 ദിവസമൊക്കെ എടുത്തിട്ടാണ്. റൂമുകൾ ഒരു ദിവസം വല തൂത്തു. പിന്നെ അതിൻ്റെ തലേന്ന് ഫ്രണ്ടിലെ ഭാഗങ്ങളും പിന്നെ വീടിൻ്റെ സൈഡിൽ ആ ഒരു സൺഷെയ്ഡിൻ്റെ ആ ഭാഗമൊക്കെ അങ്ങനെ തൂത്തിട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് ഹാള് തൂക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതങ്ങനെ ഹാളൊക്കെ വല തൂത്തിട്ടിട്ടുണ്ട്. പിന്നെ അതാ മക്കൾ സ്കൂളിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കേട്ടോ. ബുക്കൊക്കെ പൊതിഞ്ഞ് സെറ്റായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. ഇനിയിപ്പം സ്കൂൾ തുറന്നാൽ മതി കേട്ടോ. തിങ്കളാഴ്ച തുറക്കൂല, പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എത്ര പെട്ടെന്നല്ലേ സ്കൂൾ അടച്ചിട്ട് തുറക്കുന്നത്. അങ്ങനെ ഇതാ റൂമെല്ലാം തൂത്ത് വാരുന്നുണ്ട്. അപ്പം ഈ ഒരു റൂമിൽ ഇന്നലെ ആരും കിടന്നില്ല കേട്ടോ. മോൻ അപ്പുറത്താണ് കിടന്നത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിലാണ് റൂമൊക്കെ ഇരിക്കുന്നത്. എന്നാലും ജനലിൽ നിന്നൊക്കെ ഓരോ പ്രാണികളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്തെടുത്തു. പിന്നെ മോൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ, എഴുന്നേറ്റിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കണമല്ലോ. ഇനി 2 ദിവസം കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പോൾ 8 മണിയും കഴിഞ്ഞ് 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ആ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം കേട്ടോ ഇങ്ങനെയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഉച്ചക്കത്തേക്കൊക്കെ ആക്കിയാൽ മതിയല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് മനസമാധാനമായിട്ട് ജോലി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. രാവിലത്തെ ആ ഒരു ഫുഡ് കഴിക്കൽ കഴിഞ്ഞ ഉടനെ ഇങ്ങനെയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യും അത്യാവശ്യത്തിനുള്ളത്. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ചെയ്യൽ കേട്ടോ. ഇനി ഈ ഹാളും കൂടി തൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ തൂത്തുവാരലൊക്കെ ഏകദേശം സമാപിച്ചിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ മക്കൾ മോൻ എഴുന്നേറ്റിട്ടുണ്ട്, മോൾ എഴുന്നേറ്റിട്ടില്ല. പിന്നെ അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ആവുകയാണെങ്കിൽ തൂത്ത് ഇട്ടോളൂ കേട്ടോ, ടേബിളും തുടച്ചിട്ടോളും. അപ്പോൾ ആ ഒരു വശം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, അവർ ക്ലീൻ ആക്കിക്കോളും.
അങ്ങനെ രാവിലത്തെ പെര തൂക്കലെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വെറുതെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മോളൊക്കെ എഴുന്നേറ്റ് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് കേട്ടോ ഇത്. ഇവിടെ അധികം അങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ, എപ്പോഴൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. രാവിലെ ഈ എണ്ണ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വല്ലപ്പോഴും കേട്ടോ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഇത് ഇന്നാളെടുത്ത വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഗ്രോ ബാഗിനകത്തുള്ള സപ്പോട്ട നടുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇപ്പോൾ നല്ല പുതുമഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വീട്ടിലോട്ട് വേണ്ടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ നടാനായിട്ട് പറ്റും. മാവിൻ്റെ തൈയൊക്കെ ഇപ്പോൾ നടാട്ടോ. നല്ലൊരു മഴ പിടിക്കുന്നതിന് മുമ്പ് നടുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം അത്യാവശ്യം നല്ലൊരു കുഴിയെടുത്തു. പിന്നെ അതിലേക്ക് എല്ലുപൊടി, ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മണ്ണും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കരികലയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കരികലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇത് ഓൾറെഡി നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ മണ്ണെല്ലാം മാറ്റിയിട്ട് ഞാനൊരു ഗ്രോ ബാഗിൽ നട്ടിരുന്ന ഒരു സപ്പോർട്ടയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്നും അധികം മാറ്റി കൊടുക്കണ്ട. നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ആ ഒരു ചുവട്ടിലുള്ള മണ്ണ് കംപ്ലീറ്റ് ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ കളയാട്ടോ. ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് മുക്കിയിട്ട് ആ മണ്ണ് കളഞ്ഞിട്ട് വേണം നമ്മൾ നടാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കളിമണ്ണായിരിക്കും. നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ളത് കളിമണ്ണായിരിക്കും. അപ്പോൾ നല്ല രീതിയിലൊന്നും വേറെ ഓടത്തില്ല, നമുക്ക് ചെടി നല്ല ഗ്രോത്തിൽ വളർന്ന് കിട്ടത്തില്ല. അപ്പോൾ ആ മണ്ണങ്ങ് കളയുവാണെങ്കിൽ നമ്മുടെ മണ്ണിലോട്ട് വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് വളർന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇത് ഗ്രാഫ്റ്റിൻ്റെ താഴോട്ടാണ് കേട്ടോ മണ്ണിട്ടേക്കുന്നത്. നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ താഴോട്ട് മുകളിലോട്ട് മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വേര് വന്നിട്ട് നാടൻ മരമായി പോകും കേട്ടോ. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നടുമ്പം ഗ്രാഫ്റ്റ് ചെയ്തത് നടുമ്പം അത് ഒട്ടിച്ചതിൻ്റെ ആ ഒരു പാട് കാണാമല്ലോ, അതിൻ്റെ താഴോട്ട് വേണം മണ്ണിടാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് പെട്ടെന്ന് പണി തീരുന്ന ഒരു ഫുഡാണ് കേട്ടോ. ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സബോളയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് റോസ്റ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഈ ഒരു ഓയിലിലോട്ട് തന്നെയാണ് ഞാൻ ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെമ്മീൻ ഞാൻ ഇന്നലെ മേടിച്ചപ്പം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അത് ക്ലീൻ ചെയ്യാനായിട്ടൊന്നും നിന്നില്ല, ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ മുന്തിരിയും കൂടി റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെമ്മീനൊന്ന് ഫ്രൈ ആകാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീനിലോട്ട് ഞാൻ ചേർത്തേക്കുന്ന മസാല ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഓയിലിലോട്ട് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടുന്ന സബോളയും വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഓയിലൊന്ന് അരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചെമ്മീൻ്റെ ആ ഒരു പൊടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അരിച്ചിട്ട് പിന്നെ അതിലേക്കാണ് സബോളയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓയിലിൽ തന്നെ നമ്മൾ സബോളയും ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. സബോളയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഗരം മസാല ചേർത്തിട്ടില്ല, ബിരിയാണി മസാലപ്പൊടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഗരം മസാല ഞാനത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്തുകൊണ്ട് അത് ചേർത്തില്ല. പിന്നെ ഒരു തക്കാളി ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി സോസ് കുറച്ച് ചേർത്ത് കൊടുത്തു. റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ പുളിയില്ലാത്തൊരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡിയായി. ഇനിയിപ്പോൾ റൈസ് വേവിക്കുകയാണ്. ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ചേട്ടയാണ് കേട്ടോ കൂടുതലായിട്ടും ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ അപൂർവമായിട്ട് വല്ലപ്പോഴായിട്ട് ഉണ്ടാക്കലുള്ളൂ. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് കഴിക്കുമ്പോൾ എന്തോ ഒന്നൊരു കുറവ് പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് ആ ഒരു കുറവും തോന്നുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തു. മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാല ഇല്ലേ പൊടിക്കാത്തത്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ബേ ലീഫിൻ്റെ ഒരു ഇല ചേർത്ത് കൊടുത്തു. ഇവിടെ ബേ ലീഫ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ ഫ്രഷ് ഇലയെ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മൾ കഴുകി വെച്ച റൈസൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഊറ്റിയെടുക്കാനായിട്ട് കേട്ടോ. റൈസ് വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഇല്ലാണ്ട് ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതേപോലെ കോരിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. റൈസ് വേവാകുമ്പോൾ കോരിയെടുക്കും. ഇനിയിപ്പോൾ ഒരു ചട്ടിയിലോട്ട് കുറച്ച് റൈസ് ഒന്ന് അടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയും കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തതും നട്ട്സും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്താലും ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ചേട്ടയ്ക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ചേട്ട ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇനിയിപ്പോൾ റൈസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാണ് കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വെച്ചു. അതിന് ശേഷം വന്നിട്ട് അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് മുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കിയുള്ള ക്ലീനിങ്ങിലോട്ട് കിടക്കുകയാണ്.
അലക്കാനുള്ള തുണി മുക്കി വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ അലക്കുന്നത്. ആ ഒരു സമയത്ത് ബാക്കിയൊരു ക്ലീനിങ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ആ തുണി അവിടെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മക്കൾ അലക്കിയിട്ടിട്ടുണ്ടായിരുന്ന തുണിയാണ്. അതുകൂടാതെ എൻ്റെയും തുണിയുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ അലക്കിയിട്ടതുണ്ട് ഉണങ്ങാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നൊന്ന് വെയിലത്തിടുന്നുണ്ട്. വെയിലെന്ന് പറയാനൊന്നും വെയിലില്ല കേട്ടോ. എന്നാലും ചെറിയൊരു ചൂടിൽ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. മഴയും പെയ്യുന്നില്ല, പക്ഷേ വെയിലോട്ട് ഇല്ല താനും കേട്ടോ. വെയിലൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അങ്ങനെ ഉള്ള ചൂടത്ത് തുണി ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഈ ഒരു അടുപ്പൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇന്നലെ ഇതിനകത്ത് പാചകം ഉണ്ടായിരുന്നു. ഇനി ചാരമൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി കളയാണ്. അതിനുശേഷം ഒന്ന് ഉരച്ച് കഴുകി എടുക്കണം. ഈ ചാരം വേണമെങ്കിൽ ഇനിയും കത്തിക്കുന്ന സമയത്ത് വാരിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കത്തിക്കോളും, നന്നായിട്ട് ചാരമായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഞാനത് ഓരോ കത്തിക്കൽ കഴിയുമ്പോൾ അതങ്ങനെ വാരി എടുക്കാറുണ്ട്. റബ്ബറിൻ്റെയൊക്കെ വിറകായതുകൊണ്ട് അത്യാവശ്യം നല്ല ചാരമുണ്ട് കേട്ടോ. ഇനി ഇതാ ഇവിടെ ഒന്ന് നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പിട്ടിട്ട് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ സോപ്പൊന്നല്ല, പാത്രം കഴുകുന്ന സോപ്പാണ്. അത് ഇടുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ അടുപ്പിൽ നിന്ന് കുറച്ച് ചാരവും കൂടി ഇട്ട് ഉരച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിളങ്ങി കിട്ടും കേട്ടോ. ഇനി ഒരു ഉണങ്ങിയ തുണിയും കൊണ്ട് ആ സോപ്പെല്ലാം തുടച്ചെടുത്തു. അപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ തുണി നനച്ചിട്ടാട്ടോ തുടച്ചെടുക്കുന്നത്. അന്നേരമാണ് ആ ഒരു സോപ്പിൻ്റെ ഇതെല്ലാം പോയി കിട്ടത്തുള്ളൂ. അങ്ങനെ അടുപ്പ് ക്ലീനായി. അപ്പോൾ അടുപ്പ് കത്തിക്കുന്ന ദിവസം മൺകലത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള കലവും കഴുകി ഇവിടെ ഓൾറെഡി സെറ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ നാളെ ചോറും കറിയും വെക്കുന്ന സമയത്ത് ജോലി എളുപ്പമായിരിക്കും കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. ജോലി ചെയ്യാനായിട്ടും ഒരു ഉത്സാഹമാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ നീറ്റാക്കി ഇടുന്നത് കേട്ടോ. ഇനി വന്നിട്ട് തുണികളൊക്കെ അലക്കുകയാണ്. അപ്പോൾ എന്നും തുണി അലക്കലുണ്ട്. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് വെക്കലില്ല കേട്ടോ. ഡെയിലി അങ്ങനെ അലക്കി പോകലുള്ളതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അലക്കാനായിട്ട്. പിന്നെ മക്കളുടെ തുണി അവർ അലക്കിക്കോളും. ചില ദിവസം ഞാൻ അലക്കും കേട്ടോ. മടിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ അലക്കും. ഇല്ലെങ്കിൽ അവർ തന്നെ മിക്കപ്പോഴും കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അലക്കിയിടാറുണ്ട് കേട്ടോ. അങ്ങനെ അലക്ക് കഴിഞ്ഞു. ഇനിയിപ്പം കുളിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് ഓലയൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉള്ള പറമ്പിൻ്റെ ആ ഒരു പരിസരത്ത് കിടപ്പുണ്ട് കേട്ടോ. ബാക്കി ആ കാണുന്ന പുല്ല് പിടിച്ച പറമ്പൊക്കെ അത് വേറെ ആൾക്കാരുടെയാണ്. നമുക്ക് വീടിനോട് ചേർന്ന് പറമ്പായിട്ട് ഉള്ളത് ഇത്രയാണ് കേട്ടോ. അല്ലാണ്ട് സ്ഥലം വേറെയുണ്ട്. വീടിനോട് ചേർന്നുള്ളത് ഈ ഒരു കാണുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ തെങ്ങിൻ്റെ ഓല 2-3 തെങ്ങുണ്ട്. അതിൻ്റെ ഓലയൊക്കെ വീണ്ട് ആകെ ചീഞ്ഞ് നാശമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ കവുങ്ങുള്ളതുകൊണ്ട് കവുങ്ങിൻ്റെയും ഈ പാള ഇങ്ങനെ ചാടും കേട്ടോ. അതിനകത്തൊക്കെ അത്യാവശ്യം ചീഞ്ഞ് കഴിഞ്ഞാൽ കൊതുകൊക്കെ കയറി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പരിസരമൊക്കെ ഒന്ന് അടിച്ചിടുകയാണ്. ചൂട്ട് ഞാൻ കുറേ കത്തിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെയിലുണ്ടായിരുന്ന സമയത്ത് ഉണങ്ങിയ ചൂട്ടുകളും മടലുകളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കഴിഞ്ഞ കൊല്ലത്തെ വിറക് കൊണ്ടുവന്നതൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വിറകിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉള്ളതൊക്കെ എടുത്ത് വെച്ചു. ഇനി ബാക്കി ആ ഒരു അപ്പുറം പറമ്പുണ്ട്, അവിടെ കൊണ്ടിടാനായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പം മക്കളത് അവിടെ കൊണ്ടുപോയി കളയുന്നുണ്ട്. ഈ ഓല ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് കഴിയുമ്പോൾ ഒരു സൈസ് ചെറിയ പ്രാണിയുണ്ട്, ഒരു കൊതുക് പോലെ കടിക്കുന്ന, അതിൻ്റെ ഒരു ശല്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതെല്ലാം കൊണ്ടുപോയി കളഞ്ഞത്. പിന്നെ ഇതേപോലെ നല്ല നീറ്റായിട്ടൊക്കെ നമ്മൾ തൂത്ത് കഴിഞ്ഞിട്ട് കിടക്കുവാണെങ്കിൽ കൊതുകൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് തൂത്തിടുന്നതാണ് കേട്ടോ. ഇലകളും ഉണ്ട്, മാവിൻ്റെ അതിൻ്റെ എല്ലാം ഇല ചാടിയിട്ട്. ഇപ്പോൾ കാറ്റൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഇലയൊക്കെ ചാടുന്നുണ്ട്. അങ്ങനെ വീടും പരിസരവും എല്ലാം തന്നെ ക്ലീനാക്കി. ക്ലീനിങ് അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ നോക്കുന്നിടത്തെല്ലാം ക്ലീനിങ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കുരുമുളകൊക്കെ ഒന്ന് നോക്കുകയാണ്. അതിലൊക്കെ പുതിയ തണ്ടുകളും ഇലയൊക്കെ വന്നിട്ടുണ്ട്. മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് പുതിയ തണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം കാ പിടിക്കാനുള്ള ഇതൊക്കെയാണ്. കാകൾ പിടിച്ചിട്ടുണ്ട്. എന്താ നല്ല തണ്ടുകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ബുഷായിട്ട് വളരും.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ ബിരിയാണി. അങ്ങനെ അത് കഴിച്ചു. അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ബട്ടർ ഫ്രൂട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആരും തന്നതാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഓരോ വീട്ടുകളിൽ കൂടെ ഇഷ്ടം പോലെ ബട്ടർ ഫ്രൂട്ട് കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ കടയിൽ കണ്ടാലും ഞാൻ മേടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രാഗൺ ഫ്രൂട്ടും ബട്ടർ ഫ്രൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പം മക്കളിത് ഒരു ജ്യൂസ് പോലെ ആക്കിയിട്ടാട്ടോ കുടിക്കുന്നത്. പാലൊക്കെ ഒഴിച്ച് ഐസ്ക്രീമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ. ഞാൻ ഇച്ചിരി ഒരു കട്ടി ടൈപ്പിലാട്ടോ കഴിക്കുന്നത്. ഇതേപോലെ കശുവണ്ടിയും പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഈ ഒരു ടൈപ്പിലാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. മക്കൾ ഇത് കഴിക്കുമ്പോൾ ഒന്ന് കുടിക്കുന്ന ആ ഒരു ടൈപ്പിലാണ് കഴിക്കുന്നത്. ഞാനിതേപോലെ സ്പൂണും കൊണ്ട് കോരി കഴിക്കുന്ന ആ ഒരു ടൈപ്പിൽ കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇരിട്ടി വരെ ഒന്ന് പോയിട്ട്, ഇരിട്ടി ഉളിയിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമ്മൾ വന്നത് കേട്ടോ. അതാ റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. ഇരിട്ടിക്കാർക്കൊക്കെ അറിയുമായിരിക്കും ഈ ഒരു വീട്. പഴശ്ശിരാജ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീടാണ്. ഒത്തിരി വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല. അവരെല്ലാം കണ്ണൂരാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ വരുന്നതുകൊണ്ട് ഒരാൾ കാണാൻ വേണ്ടി അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേൾഭാഗത്തൊക്കെ ഒരുപാട് റൂമുണ്ട് കേട്ടോ. നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നതല്ലോ ഒത്തിരി റൂമുണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരു ദിവസം നല്ലൊരു പകൽ വന്നിട്ട് ഞാൻ ഇതിൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നത് വൈകുന്നേരമാണ്. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ടിലും ഹാളിലൊക്കെ തന്നെ ഉള്ളൂ ലൈറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല ഇരുട്ടുള്ളൊരു റൂമുകളാണ് കേട്ടോ എല്ലാം തന്നെ. അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ഉൾഭാഗം കേട്ടോ, താഴത്തെ ഭാഗത്ത് കേട്ടോ. എന്നാലും ഒത്തിരി റൂമുണ്ട്. നമ്മൾ നോക്കുന്നിടത്തെല്ലാം റൂമുണ്ട്. ഞാൻ ആ ഒരു ഹാളിലെയും ആ ഒരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളതിലോട്ടൊന്നും ലൈറ്റില്ല. പിന്നെ വൈകുന്നേരമായി. എനിക്ക് എല്ലാ റൂമിൽ കൂടെയും ഒറ്റയ്ക്ക് പോകാനൊരു പേടിയാണ് കേട്ടോ. ഇതിപ്പോൾ ആൾ താമസം ഇല്ലാണ്ട് കിടക്കുന്ന വീടാണല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ ഒരു പേടിയുണ്ട്. അപ്പോൾ പഴശ്ശിരാജയുടെ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവർ പെയിൻറ്റ് ഒക്കെ ഒന്ന് മാറ്റി അടിച്ചതാണ്. അവർ തന്നെ ലൊക്കേഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ മാറ്റി അടിച്ചതാണ്. അപ്പം ഷൂട്ടിൻ്റെ സമയത്ത് ഇതിനകത്തുള്ള ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ തറയൊക്കെ ആണെങ്കിലും പഴയ കാലത്തെ തറയാണ്. ഇപ്പോഴും അത് ഒരു മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു സമയത്ത് അവരങ്ങനെ സെറ്റ് ഇടലും പെയിൻ്റ് അടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആ ഒരു സിനിമേൻ്റെ ഈ വീട്ടിലിരുന്നിട്ടുള്ള ഭാഗമെല്ലാം താഴെ നിലട്ടോ കൂടുതലും ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇത് താഴത്തെ നിലയാണ്. മുകളിലത്തെ നില ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള പുതിയ വീടിനേക്കാളൊക്കെ രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള വീട് കാണാനായിട്ട്. പഴയ കാലത്തെ വീടൊക്കെ ഇങ്ങനെ അപൂർവമായിട്ട് ഇങ്ങനെ ഉള്ളു കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ലേ പോലും ഇവർ ഈ വീട് കളഞ്ഞിട്ടില്ല കേട്ടോ. അതങ്ങനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വീടിനോട് ചേർന്നുള്ളത് 10 ഏക്കർ സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇതാ വീടിൻ്റെ ചുറ്റുപാടും ഒന്ന് കാണിച്ചു തരാം. ചുറ്റുപാട് ഇതേപോലെ മതിലുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്ഥലമാണ് ഈ ഒരു സൈഡിലോട്ട് വരുന്നത് മൊത്തം കേട്ടോ. റബ്ബറും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ഇതിൽ ഇത്രയും റൂമുകളും ഇത്ര നീളമൊന്നും ഉള്ളതായിട്ട് തോന്നത്തില്ല കേട്ടോ. ഒത്തിരി റൂമുണ്ട്. മുകളിലത്തെ നിലയിലൊക്കെ ആണെങ്കിലും ഒരുപാട് റൂമുണ്ട്. പിന്നെ ഏറ്റവും മുകളിലത്തൊരു റൂമിൽ നിന്ന് തന്നെ നോക്കിയാൽ തന്നെ ഈ ഒരു പറമ്പിൻ്റെ മുക്കാൽ ഭാഗം കാണാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ എത്രത്തോളം റൂമുകളാണ് ഉള്ളതെന്ന്. പിന്നെ പുറകിലോട്ട് കിച്ചണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അടുക്കള അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ട് ഇത് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇപ്പം കണ്ണൂരിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ വരുന്നതുകൊണ്ട് ഒരു ആവശ്യത്തിന് അങ്ങനെ വന്നേക്കുന്നതാണ്. അപ്പോൾ ആ ചേട്ടൻ അവിടം വരെ തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകാനുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇതിപ്പം വിശദമായിട്ട് കാണിക്കാൻ പറ്റാത്തത്. പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം.